2 സാമുവേൽ അധ്യായം 21. ദാവീദിന്റെ ഭരണകാലത്ത് 3 വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തു, സാവൂൾ ഗിബെയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട്. അതുകൊണ്ട് രാജാവ് ഗിബെയോൻകാരെ വിളിച്ചു. ഗിബെയോൻകാർ ഇസ്രായേല്യരല്ല, അമോര്യരുടെ ഒരു ചെറു വിഭാഗമായിരുന്നു. അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേല്യർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂദായെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ദാവീദ് ഗിബെയോൻകാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? ഗിബെയോൻകാർ മറുപടി നൽകി, സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാവീദ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്കിടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ, അവൻ്റെ പുത്രന്മാരിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവിൻ്റെ പർവ്വതമായ ഗിബെയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. രാജാവ് പറഞ്ഞു, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. എന്നാൽ സാവൂളിൻ്റെ മകൻ യോനാഥാനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിൻ്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി. അയാളുടെ മകൾ റിസ്പായിൽ സാവൂളിന് ജനിച്ച അർമോനി, മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹോലായിലെ ബർസില്ലായുടെ മകനായ അദ്രിയേലിന് സാവൂളിൻ്റെ മകൾ മേരബിൽ ജനിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടികൂടി. ഗിബെയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കർത്താവിൻ്റെ മുമ്പിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. യവം കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത്. അനന്തരം അയ്യായിയുടെ മകൾ റിസ്പ പാറമേൽ ചാക്ക് വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു. പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടി ഓടിച്ചു. അയ്യായുടെ മകളും സാവൂളിന്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീദ് കേട്ടു. അവൻ ചെന്ന് യാബേഷ് ഗിലെയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിന്റെയും മകൻ യോനാഥാന്റെയും അസ്ഥികൾ എടുത്തു. ഗിൽബോവയിൽ വെച്ച് സാവൂളിനെ കൊന്നതിന് ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്ത്യർ ബത്ത്ഷാനിലെ പൊതുവീഥിയിൽ തൂക്കിയിട്ടിരുന്നു. യാബേഷ് ഗിലെയാദുകാർ അവ മോഷ്ടിച്ചുകൊണ്ടുപോയി. ദാവീദ് സാവൂളിന്റെയും മകൻ യോനാഥാന്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഫിലിസ്ത്യരും ഇസ്രായേല്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അവൻ തളർന്നു. മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിബനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു. അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് 300 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു. എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവീദിന്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതിനുശേഷം ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി. അപ്പോൾ ഹുഷാത്യനായ സെബക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു. ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബേത്ലഹേംകാരനായ യാറെ ഓർഗമിന്റെ പുത്രൻ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു.
അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ചും ഒരു യുദ്ധമുണ്ടായി. അവിടെ ഒരു അതികായനുണ്ടായിരുന്നു. അവൻ്റെ കൈകാലുകൾക്ക് 6 വീതം 24 വിരലുകൾ ഉണ്ടായിരുന്നു. അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമെയിയുടെ മകൻ ജോനാഥാൻ അവനെ വധിച്ചു. ഇവർ 4 പേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു. ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു. 2 സാമുവേൽ അധ്യായം 22. കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവൂളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു. കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും പരിചയും രക്ഷാശ്രംഗവും അഭയകേന്ദ്രവും. എൻ്റെ രക്ഷകനും അവിടുന്നാണ്. അങ്ങനെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു. വിനാശത്തിൻ്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണം എനിക്ക് കെണിയൊരുക്കി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്ന് സർവവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടു. ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി. ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കൂരിരുട്ടിനുമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിൻ്റെ ചെറുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിതാനവും. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽ പാറി. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണറുകൊണ്ട് അവരെ പായിച്ചു. അവിടുത്തെ നാസികയിൽ നിന്ന് ഉദ്ഗമിച്ച ക്രൂദ്ധ നിശ്വാസത്താൽ സമുദ്രത്തിന്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. തിരുമുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. കർത്താവേ, അങ്ങെൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക്
അവിടുന്ന് പരിചയാണ്. കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ ഉന്നത ശിലയുണ്ടോ? ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം. എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് പിത്തളവില്ല് കുലയ്ക്കാൻ കഴിയും. രക്ഷയുടെ പരിച അങ്ങെനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. എൻ്റെ വീഥി അങ്ങ് വിശാലമാക്കി. എൻ്റെ കാലുകൾ വഴുതിയതുമില്ല. ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ അവരെ സംഹരിച്ചു. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എൻ്റെ പാദങ്ങൾക്കിടയിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങൻ്റെ അരമുറുക്കി. എന്നെ ആക്രമിച്ചവരെ അങ്ങെനിക്ക് അധീനരാക്കി. എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു. എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ മുഖമുയർത്തി. രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു. അവിടുന്ന് ഉത്തരമരുളിയില്ല. നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവിലെ ചെളി പോലെ ചവിട്ടി മെതിച്ചു. ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങെന്നെ രക്ഷിച്ചു. അങ്ങെന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. വിദേശികൾ എന്നോട് കേണിരന്നു. എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവരെന്നെ അനുസരിച്ചു. വിദേശീയർക്ക് ധൈര്യമറ്റു. സങ്കേതങ്ങളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ഉന്നതശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ശിലയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു. ജനതകളെ എനിക്ക് അധീനരാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. അക്രമികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സ്തോത്രമാലപിക്കും. അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. 2 സാമുവേൽ അധ്യായം 23. ദാവീദിന്റെ അന്ത്യവചസാണ് ഇത്. ജസയുടെ പുത്രൻ ദാവീദ്, ദൈവം ഉയർത്തിയവൻ, യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ, ഇസ്രായേലിന്റെ മധുരഗായകൻ പ്രവചിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളിച്ചെയ്യുന്നു. അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കുന്നു. ഇസ്രായേലിന്റെ ഉന്നതശില എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ. പ്രഭാതത്തിലെ പ്രകാശം പോലെ, കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ, ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞുകളയേണ്ട മുള്ളുപോലെയാകുന്നു. അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല. അത് നിശേഷം ചുട്ടുകളയും. ദാവീദിന്റെ വീരയോദ്ധാക്കൾ. തഹക്കമോന്യനായ യോഷേബ് ബാഷബത്ത്. അവൻ മൂവരിൽ പ്രധാനനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 800 പേരെ ഒന്നിച്ചു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ. ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേല്യർ ഓടിയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു. അവൻ കൈ തളരും വരെ ഫിലിസ്ത്യരെ വെട്ടി. അവന്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നുപോയി. കർത്താവിന്റെ അന്നത്തെ വിജയം വലുതായിരുന്നു.
മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത്. മൂന്നാമൻ ഹരാര്യനായ ആഗയുടെ മകൻ ഷമ്മ. ഫിലിസ്ത്യർ ലേഹിയിൽ ഒരുമിച്ചുകൂടി. അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയലുണ്ടായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ വയലിൻ്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു. അവൻ ഫിലിസ്ത്യരെ കൊന്നു. കർത്താവ് വലിയ വിജയം നൽകി. 30 പ്രമാണികളിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ കാവൽ പട്ടാളം ബേത്ലഹേമിലും. ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു, ബേത്ലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. അപ്പോൾ ഈ 3 വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ച് കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാനിത് കുടിക്കുകയില്ല. സജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത്. അതുകൊണ്ട് അവനത് കുടിച്ചില്ല. ആ 3 വീരന്മാർ ഇങ്ങനെ ചെയ്തു. സെരൂയയുടെ മകൻ യോവാബിന്റെ സഹോദരൻ അബിഷായി 30 പേരുടെ തലവനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 300 പേരെ കൊന്ന് 30 പേരുടെ ഇടയിൽ പേര് നേടി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു. അവൻ അവരുടെ തലവനുമായി തീർന്നു. എങ്കിലും അവൻ 3 പ്രശസ്തി നേടിയില്ല. കബ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബെനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു. 2 മോവാബ് യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു. ഹിമപാതമുണ്ടായ ഒരു ദിവസം അവനൊരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു. ഈജിപ്തുകാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു. യഹോയാദായുടെ മകൻ ബെനായിയ ഇത് ചെയ്ത് 30 ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു. 30 പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു. എങ്കിലും 3 എത്തിയില്ല. ദാവീദ് അവനെ തന്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി. യോവാബിന്റെ സഹോദരൻ അസഹേലായിരുന്നു 30 പേരിൽ ഒരുവൻ. ബേത്ലഹേംകാരനായ ദോദോയുടെ മകൻ എൽഹാനാൻ, ഹാരോദിലെ ഷമ്മായും എലീക്കയും, പെലേത്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യനായ മെബുന്നായി, ആഹോഹ്യനായ സൽമോൻ, നെതോഫായിലെ മഹരായി, നെതോഫായിലെ ബാനായുടെ മകൻ ഹേലബ്, ബെഞ്ചമിൻകാരുടെ ഗബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറാത്തോണിലെ ബെനായിയ, ഗാഷിലെ അരുവികൾക്കടുത്തുള്ള ഹിദ്ദായി, അർബാക്യനായ അബിയാൽബോൻ, ബഹ്റൂമിലെ അസ്മാവത്ത്, ഷാൽബോനിലെ ഇരിയാഹ്ബ, യാഷേന്റെ പുത്രന്മാർ ജോനാഥാൻ, ഹാരാറിലെ ഷമ്മ, ഹാരാറിലെ ഷറാറിന്റെ മകൻ അഹിയാം, മാഖായിലെ അഹസ്ബായിയുടെ മകൻ എലഫലത്ത്, ഗിലോയിലെ അഹിത്തോഫലിന്റെ മകൻ എലിയാം, കാർമലിലെ ഹെസ്രോ, അർബയിലെ പാരായി, സോബായിലെ നാഥാന്റെ മകൻ ഇഗാൽ, ഗാദിലെ ബിനി, അമ്മോനിലെ സേലക്, സെരൂയയുടെ മകൻ യോവാബിന്റെ ആയുധവാഹകനായ ബരോത്തിലെ നെഹറായി, ഇത്രായിലെ ഈരായും ഗാരബും, ഹിത്യനായ ഊറിയ. ആകെ 37 പേർ.
2 സാമുവേൽ അധ്യായം 24. കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു. അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. നീ ചെന്ന് ഇസ്രായേലിലെയും യൂദായിലെയും ആളുകളുടെ എണ്ണം എടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. രാജാവ് യോവാബിനോടും സൈന്യത്തലവന്മാരോടും പറഞ്ഞു, ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക. എനിക്ക് സംഖ്യ അറിയണം. എന്നാൽ യോവാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. അത് കാണാൻ അങ്ങേക്ക് ഇടവരട്ടെ. പക്ഷേ അങ്ങേക്കിതിൽ ഇത്ര താല്പര്യം എന്താണ്? യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി. ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി. അവർ ഗിലെയാദിലും ഹിത്യരുടെ ദേശമായ കാദേശിലും എത്തി. പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീദോനിലേക്കും പോയി. കോട്ട കെട്ടിയ ടൈർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂദയായുടെ നെഗബിലുള്ള ബേർഷബായിലും അവർ എത്തി. അവർ ദേശമെല്ലാം സഞ്ചരിച്ച് 9 മാസവും 20 ദിവസവും കഴിഞ്ഞ് ജെറുസലമിലെത്തി. യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു. സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ 8 ലക്ഷവും യൂദായിൽ 5 ലക്ഷവും ഉണ്ടായിരുന്നു. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷിക്കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ. ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ 3 കാര്യങ്ങൾ, അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാവുകയോ, നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒടുവിൽ പാർക്കുകയോ, നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ഏത് വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ. എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബേർഷബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിൻ്റെ ദൂതൻ ജെറൂസലം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിൻ്റെ ദൂതൻ ജബൂസ്യനായ അരവനായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു? എന്നെയും എൻ്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും. അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ജബൂസ്യനായ അരവനായുടെ മെതിക്കടത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക. ദാവീദ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. അരവന തലയുയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ചെന്ന് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവൻ ചോദിച്ചു, പ്രഭോ, ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്തിന്? ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിനൊരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ. അരവന ദാവീദിനോട് പറഞ്ഞു, യജമാനനെ,
അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിന് ഇതാ മെതിവണ്ടികളും നുകങ്ങളും. രാജാവേ, അരവന ഇതെല്ലാം രാജാവിന് തരുന്നു. അവൻ തുടർന്നു, അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ. ദാവീദ് അരവനായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി. അവരുടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. Chapter 21. During David's reign there was a famine for 3 successive years. David had recourse to the Lord, who said, "There is blood guilt on Saul and his family because he put the Gibeonites to death." So the king called the Gibeonites and spoke to them. Now the Gibeonites were not Israelites, but survivors of the Amorites, and although the Israelites had given them their oath, Saul had attempted to kill them off in his zeal for the men of Israel and Judah. David said to the Gibeonites, "What must I do for you, and how must I make atonement, that you may bless the inheritance of the Lord?" The Gibeonites answered him, "We have no claim against Saul and his house for silver or gold, nor is it our place to put any man to death in Israel." Then he said, "I will do for you whatever you propose." They said to the king, "As for the man who was exterminating us and who intended to destroy us that we might have no place in all the territory of Israel, let 7 men from among his descendants be given to us, that we may dismember them before the Lord in Gibeon on the Lord's mountain." The king replied, "I will give them up." The king, however, spared Merib-Baal, son of Jonathan, son of Saul, because of the Lord's oath that formed a bond between David and Saul's son Jonathan. But the king took Armoni and Merib-Baal, the 2 sons that Aiah's daughter Rizpah had borne to Saul, and the 5 sons of Saul's daughter Merob that she had borne to Adriel, son of Barzillai the Maholathite, and surrendered them to the Gibeonites. They then dismembered them on the mountain before the Lord. The 7 fell at the one time. They were put to death during the first days of the harvest, that is, at the beginning of the barley harvest. Then Rizpah, Aiah's daughter, took sackcloth and spread it out for herself on the rock from the beginning of the harvest until rain came down on them from the sky, fending off the birds of the sky from settling on them by day and the wild animals by night. When David was informed of what Rizpah, Aiah's daughter, the concubine of Saul, had done, he went and obtained the bones of Saul and of his son Jonathan from the citizens of Jabesh-Gilead, who had carried them off secretly from the public square of Bethshan, where the Philistines had hanged them at the time they killed Saul on Gilboa. When he had brought up from there the bones of Saul and of his son Jonathan, the bones of those who had been dismembered were also gathered up. Then the bones of Saul and of his son Jonathan were buried in the tomb of his father Kish at Zelah in the territory of Benjamin. After all that the king commanded had been carried out, God granted relief to the land. There was another battle between the Philistines and Israel. David went down with his servants and fought the Philistines, but David grew tired. Dadu, one of the Rephaim, whose bronze spear weighed 300 shekels, was about to take him captive. Dadu was girt with a new sword and planned to kill David. But Abishai, son of Zeruiah, came to his assistance and struck and killed the Philistine. Then David's men swore to him, "You must not go out to battle with us again, lest you quench the lamp of Israel." After this there was another battle with the Philistines in Gob. On that occasion Shibbekai from Hushah killed Saph, one of the Rephaim. There was another battle with the Philistines in Gob, in which Elhanan, son of Jair from Bethlehem, killed Goliath of Gath, who had a spear with a shaft like a weaver's heddle bar.
There was another battle at Gath, in which there was a man of large stature, with 6 fingers on each hand, and 6 toes on each foot, 24 in all. He too was one of the Rephaim. And when he insulted Israel, Jonathan, son of David's brother Shimei, killed him. These 4 were Rephaim in Gath, and they fell at the hands of David and his servants. Chapter 22. David sang the words of this song to the Lord when the Lord had rescued him from the grasp of all his enemies and from the hand of Saul. This is what he sang. O Lord, my rock, my fortress, my deliverer, my God, my rock of refuge, my shield, the horn of my salvation, my stronghold, my refuge, my Saviour. From violence you keep me safe. Praised be the Lord, I exclaim, and I am safe from my enemies. The breakers of death surged round about me, the floods of perdition overwhelmed me. The cords of the nether world enmeshed me, the snares of death overtook me. In my distress I called upon the Lord, and cried out to my God. From his temple he heard my voice, and my cry reached his ears. The earth swayed and quaked, the foundations of the heavens trembled and shook when his wrath flared up. Smoke rose from his nostrils, and a devouring fire from his mouth. He kindled coals into flame. He inclined the heavens and came down with dark clouds under his feet. He mounted a cherub and flew, borne on the wings of the wind. He made darkness the shelter about him, with spattering rain and thickening clouds. From the brightness of his presence coals were kindled to flame. The Lord thundered from heaven. The Most High gave forth his voice. He sent forth arrows to put them to flight. He flashed lightning and routed them. Then the well-springs of the sea appeared. The foundations of the earth were laid bare. At the rebuke of the Lord, at the blast of the wind of his wrath. He reached out from on high and grasped me. He drew me out of the deep waters. He rescued me from my mighty enemy, from my foes who were too powerful for me. They attacked me on my day of calamity, but the Lord came to my support. He set me free in the open and rescued me because he loves me. The Lord rewarded me according to my justice. According to the cleanness of my hands he requited me. For I kept the ways of the Lord, and was not disloyal to my God. For his ordinances were all present to me, and his statutes I put not from me. But I was whole-hearted toward him, and I was on my guard against guilt. And the Lord requited me according to my justice, according to my innocence in his sight. Toward the faithful you are faithful, toward the whole-hearted you are whole-hearted, toward the sincere you are sincere, but toward the crooked you are astute. You save lowly people, though on the lofty your eyes look down. You are my lamp, O Lord. O my God, you brighten the darkness about me. For with your aid I run against an armed band, and by the help of my God I leap over a wall. God's way is unerring. The promise of the Lord is fire-tried. He is a shield to all who take refuge in him. For who is God except the Lord? Who is a rock save our God? The God who girded me with strength, and kept my way unerring, who made my feet swift as those of hinds, and set me on the heights, who trained my hands for war till my arms could bend a bow of brass. You have given me your saving shield, and your help has made me great. You made room for my steps, unwavering was my stride. I pursued my enemies and destroyed them, nor did I turn again till I made an end of them. I smote them, and they did not rise. They fell beneath my feet. You girded me with strength for war. You subdued my adversaries beneath me. My enemies you put to flight before me, and those who hated me I destroyed. They cried for help, but no one saved them. To the Lord, but he answered them not. I ground them fine as the dust of the earth, like the mud in the streets I trampled them down. You rescued me from the strife of my people. You made me head over nations. A people I had not known became my slaves. As soon as they heard me, they obeyed.
The foreigners fawned and cringed before me. They staggered forth from their fortresses. The Lord live, and blessed be my rock. Extolled be my God, rock of my salvation, O God, who granted me vengeance, who made people subject to me, and helped me escape from my enemies. Above my adversaries you exalt me, and from the violent man you rescue me. Therefore will I proclaim you, O Lord, among the nations, and I will sing praise to your name, you who gave great victories to your king, and showed kindness to your anointed, to David and his posterity forever. Chapter 23. These are the last words of David. The utterance of David, son of Jesse, the utterance of the man God raised up, anointed of the God of Jacob, favorite of the mighty one of Israel. The Spirit of the Lord spoke through me. His word was on my tongue. The God of Israel spoke of me. The Rock of Israel said, He that rules over men in justice, that rules in the fear of God, is like the morning light at sunrise on a cloudless morning, making the greensward sparkle after rain. Is not my house firm before God? He has made an eternal covenant with me, set forth in detail and secured. Will he not bring to fruition all my salvation and my every desire? But the wicked are all like thorns to be cast away. They cannot be taken up by hand. He who wishes to touch them must arm himself with iron and the shaft of a spear, and they must be consumed by fire. These are the names of David's warriors. Ishbaal, son of Hakamonai, was the first of the three. It was he who brandished his battle-axe over 800 slain in a single encounter. Next to him, among the three warriors, was Eleazar, son of Dodo the Ahohite. He was with David at Ephes-Dammim when the Philistines assembled there for battle. The Israelites had retreated, but he stood his ground and fought the Philistines until his hand grew tired and became cramped, holding fast to the sword. The Lord brought about a great victory on that day. The soldiers turned back after Eleazar, but only to strip the slain. Next to him was Shammah, son of Agi the Hararite. The Philistines had assembled at Lehi, where there was a plot of land full of lentils. When the soldiers fled from the Philistines, he took his stand in the middle of the plot and defended it. He slew the Philistines, and the Lord brought about a great victory. Such were the deeds of the three warriors. During the harvest, 3 of the 30 went down to David in the cave of Adullam, while a Philistine clan was encamped in the vale of Rephaim. At that time David was in the refuge, and there was a garrison of Philistines in Bethlehem. Now David had a strong craving, and said, "Oh, that someone would give me a drink of water from the cistern that is by the gate of Bethlehem." So the 3 warriors broke through the Philistine camp and drew water from the cistern that is by the gate of Bethlehem. But when they brought it to David, he refused to drink it, and instead poured it out to the Lord, saying, "The Lord forbid that I do this. Can I drink the blood of these men who went at the risk of their lives?" So he refused to drink it. Abishai, brother of Joab, son of Zeruiah, was at the head of the 30. It was he who brandished his spear over 300 slain. He was listed among the 30, and commanded greater respect than the 30, becoming their leader. However, he did not attain to the 3. Benaiah, son of Jehoiada, a stalwart from Kabzeel, was a man of great achievements. It was he who slew the 2 lions in Moab. He also went down and killed the lion in the cistern at the time of the snow. It was he, too, who slew an Egyptian of large stature. Although the Egyptian was armed with a spear, he went against him with a club and wrested the spear from the Egyptian's hand, then killed him with his own spear. Such were the deeds performed by Benaiah, son of Jehoiada. He was listed among the 30 warriors, and commanded greater respect than the 30. However, he did not attain to the 3. David put him in command of his bodyguard. Asahel, brother of Joab. Among the 30 were Elhanan, son of Dodo, from Bethlehem, Shema from En-Harod, Elika from En-Harod, Helez from Beth-Pelet, Ira, son of Ikesh, from Tekoa, Abiezer from Anathoth, Sibbecai from Husha, Zalman from Aho, Maharai from Netophah, Heled, son of Beanath,
from Netophah, Ittai son of Ribai from Gibeah of the Benjamites, Benaiah from Pirathon, Hedai from Nahale Gaash, Abibaal from Beth Arabah, Asmaveth from Bahurim, Eliahaba from Shaalbon, Jashan the Gunite, Jonathan son of Shema the Hararite, Ahiam son of Sharar the Hararite, Eliphalet son of Ahasbai from Beth-Maacah, Eliam son of Ahithophel from Gilo, Ezrai from Carmel, Paarai the Arabite, Igal son of Nathan from Zobah, Bani the Gadite, Zelek the Ammonite, Zaharai from Beeroth, armor-bearer of Joab son of Zeruiah, Ira from Jatir, Gareb from Jatir, Uriah the Hittite, 37 in all. Chapter 24. The Lord's anger against Israel flared again, and he incited David against the Israelites by prompting him to number Israel and Judah. Accordingly the king said to Joab and the leaders of the army who were with him, "Tour all the tribes in Israel from Dan to Beersheba, and register the people, that I may know their number." But Joab said to the king, "May the Lord your God increase the number of people 100-fold for your royal majesty to see it with his own eyes. But why does it please my lord the king to order a thing of this kind?" The king, however, overruled Joab and the leaders of the army, so they left the king's presence in order to register the people of Israel. Crossing the Jordan, they began near Aroer, south of the city, in the Wadi, and went in the direction of Gad toward Jazer. They continued on to Gilead and to the district below Mount Hermon. Then they proceeded to Dan. From there they turned toward Sidon, going to the fortress of Tyre, and to all the cities of the Hivites and Canaanites, and ending up at Beersheba in the Negeb of Judah. Thus they toured the whole country, reaching Jerusalem again after 9 months and 20 days. Joab then reported to the king the number of people registered. In Israel, 800,000 men fit for military service. In Judah, 500,000. Afterward, however, David regretted having numbered the people, and said to the Lord, "I have sinned grievously in what I have done. But now, Lord, forgive the guilt of your servant, for I have been very foolish." When David rose in the morning, the Lord had spoken to the prophet Gad, David's seer, saying, "Go and say to David, this is what the Lord says. I offer you 3 alternatives. Choose one of them, and I will inflict it on you." God then went to David to inform him. He asked, "Do you want a 3 years' famine to come upon your land, or to flee from your enemy 3 months while he pursues you, or to have a 3 days' pestilence in your land? Now consider and decide what I must reply to him who sent me." David answered God, "I am in very serious difficulty. Let us fall by the hand of God, for he is most merciful, but let me not fall by the hand of man." Thus David chose the pestilence. Now it was the time of the wheat harvest when the plague broke out among the people. The Lord then sent a pestilence over Israel from morning until the time appointed, and 70,000 of the people from Dan to Beersheba died. But when the angel stretched forth his hand toward Jerusalem to destroy it, the Lord regretted the calamity, and said to the angel causing the destruction among the people, "Enough now, stay your hand." The angel of the Lord was then standing at the threshing floor of Araunah the Jebusite. When David saw the angel who was striking the people, he said to the Lord, "It is I who have sinned. It is I, the shepherd, who have done wrong. But these are sheep. What have they done? Punish me and my kindred." On the same day God went to David and said to him, "Go up and build an altar to the Lord on the threshing floor of Araunah the Jebusite." Following Gad's bidding, David went up as the Lord had commanded. Now Araunah looked down and noticed the king and his servants coming toward him while he was threshing wheat. So he went out and paid homage to the king with face to the ground. Then Araunah asked, "Why does my lord the king come to his servant?" David replied, "To buy the threshing floor from you, to build an altar to the Lord, that the plague may be checked among the people." But Araunah said to David, "Let my lord the king take and offer up whatever he may wish.
Here are oxen for holocausts, and threshing sledges, and the yokes of the oxen for wood. All this does Araunah give to the king. Araunah then said to the king, May the Lord your God accept your offering. The king, however, replied to Araunah, No, I must pay you for it, for I cannot offer to the Lord my God holocausts that cost nothing. So David bought the threshing floor and the oxen for 50 silver shekels. Then David built an altar there to the Lord, and offered holocausts and peace offerings. The Lord granted relief to the country, and the plague was checked in Israel.